ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ നടിമാലിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഞങ്ങളിതേ രാവിലെ തന്നെ റെഡിയായി നിൽപ്പുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ചേ. എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും വലിയമ്മച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ഇച്ചായനും മിലവും ഞങ്ങളുടെ ചേച്ചി ഷെറൻ ചേച്ചിയും കൂടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ ഞങ്ങൾ ചെറിയ വണ്ടിയിൽ നിറച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പുതുപ്പള്ളിയിലെത്തി ഞങ്ങളൊന്ന് വണ്ടി നിർത്തി കേട്ടോ. വേറൊന്നിനുമല്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കൂടെ പപ്പയ്ക്ക് 2-3 മരുന്നൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതും വാങ്ങി ഞങ്ങളിങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വന്നു. കുഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർത്ത് കേട്ടോ. നല്ല ഫുഡായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഏറ്റുമാനൂരൊക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ എപ്പോഴും എന്തോ ഒരു പ്രത്യേക ഫീലൊക്കെ തോന്നാറുണ്ട് കേട്ടോ. മൂവാറ്റുപുഴയൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ കട കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി നമുക്ക് ആവശ്യമായിട്ടുള്ള 3-4 പൈനാപ്പിളും വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 91 കിലോമീറ്ററുണ്ട് കേട്ടോ. കുറച്ച് നേരം സിഗ്നലൊക്കെ കിടന്നെങ്കിലും ഒരുപാട് അങ്ങോട്ട് ലേറ്റ് ആകാതെ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റി. ഈ ഒരു പാലം കിടക്കുമ്പോണ്ടല്ലോ എനിക്കൊരു വല്ലാത്ത ഫീലാണ്. കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തെവിടെ എത്തിയ പോലൊരു ഫീല്. രണ്ടാമത് നമ്മൾ അത്രയും നേരം അനുഭവിച്ച് വന്നിരുന്ന ആ ഒരു ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ചെയ്യും. ഇതിനപ്പുറത്തേക്ക് കടന്നാൽ ചെറിയ രീതിക്കുള്ള തണുപ്പൊക്കെ തുടങ്ങും കേട്ടോ. പിന്നെ വനപ്രദേശം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു പകുതി എത്തിയപ്പോൾ തൊട്ട് നമുക്ക് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ചീയാപ്പാറ എത്തിയപ്പോൾ ഒന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചെങ്കിലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ റോഡ് സൈഡ് വ്യൂവിൽ കൂടി ഞങ്ങളങ്ങ് കടന്നുപോയി കേട്ടോ. ചെറുതായിട്ടൊന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കിന് അടിമാലി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി. നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങാനുണ്ടായിരുന്നേ. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്ന ഒരു കടയുണ്ട്. അമ്മ ഏതായാലും വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹോൾസെയിൽ കടയാണ് കേട്ടോ. അവിടെ കയറി നമ്മുടെ ലിസ്റ്റും പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും അമ്മ വാങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനും ഇച്ചേനും പോയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ വാങ്ങി. പിന്നെ പോണ വഴിക്ക് കുറച്ച് ബീഫ് കൂടെ വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഇച്ചയും പോയി ബീഫൊക്കെ വാങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി. ചെറിയ രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ മഴ നല്ല ശക്തിയായി തുടങ്ങി. അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇത്രയും സാധനങ്ങൾ ആ വണ്ടിക്കുള്ളിലുണ്ടായിരുന്നേ. ഏതായാലും ചെന്നപാടെ മിലുവിനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവളെ അങ്ങോട്ട് ഉറക്കി. അപ്പോൾ അവളവിടെ ഉറങ്ങട്ടെ. നമുക്കടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.